നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. നിങ്ങളെല്ലാവരും സേഫ് ആണെന്നും അതുപോലെ തന്നെ ഹെൽത്തി ആണെന്നും വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. അതായത് ഈസ്റ്റോ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാത്ത ഹെൽത്തി ആയിട്ടുള്ള അപ്പം. അതിന് സോഫ്റ്റ്നെസ്സിനും ഒരു കോംപ്രമൈസും ഇല്ല, ടേസ്റ്റിനും ഒരു കോംപ്രമൈസും ഇല്ല. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇതിന് മുൻപ് ഞാൻ 3 തരത്തിലുള്ള അപ്പം ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല പൂ പോലുള്ള പാലപ്പം, അത് അരി വെച്ചിട്ടും അരിപ്പൊടി വെച്ചിട്ടും ഒക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അപ്പം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ വീഡിയോസ് കാണാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഇന്നലെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന കേക്ക് ഒരുപാട് പേര് ട്രൈ ചെയ്തു എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇനിയും കേക്കിൻ്റെ വീഡിയോസ് കാണാത്തവർ കാണാൻ മറക്കില്ലെന്ന് വിശ്വസിക്കുന്നു. മാത്രമല്ല എൻ്റെ പണക്കൊക്കെ മാറി കേട്ടോ. ഇന്നലെ എൻ്റെ ഒരു മൂഡ് ശരിയായിട്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, സോറി. അപ്പോൾ പിന്നെന്താ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ആരെങ്കിലും പുതിയതായിട്ട് നമ്മുടെ ഫാമിലിയിലോട്ട് വന്ന് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഒട്ടും താമസിയാതെ നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പൂ പോലുള്ള അപ്പം തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് തേങ്ങാ വെള്ളം ചേർത്തിട്ടുള്ള അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള തേങ്ങാ വെള്ളം, അതായത് കോക്കനട്ട് വാട്ടർ റെഡിയാക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കരിക്കിൻ്റെ വെള്ളമാണ്. ഈ ഒരു കരിക്കിൻ്റെ വെള്ളം ഒരു ഗ്ലാസ്സിലോട്ടോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു കപ്പിലോട്ടോ ഒഴിച്ചതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അത് അടച്ച് പുറത്ത് വെക്കുക. ഞാനിവിടെ ഇപ്പോൾ ബാൽക്കണിയിലെ സൈഡിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട, നല്ല ചൂടുള്ള സ്ഥലത്ത് വെക്കുക. അപ്പോൾ ബാൽക്കണിയുടെ സൈഡിൽ അങ്ങ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം ഒരു 5 മണി വരെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം. അതിനുശേഷം എടുത്ത് ഉള്ളിലോട്ട് വെച്ചു, അടച്ചു വെച്ചു. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, പുറത്ത് വെച്ചാൽ മതി. അങ്ങനെ 24 മണിക്കൂർ നേരം നമ്മൾ ആ പഞ്ചസാര ഈ തേങ്ങ വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം ഇങ്ങനെ ഒരു ക്ലൗഡി പോലെ, അതായത് ഇങ്ങനെ ഒരു കളറൊക്കെ മാറി ഒരു ശരിക്കും പറഞ്ഞാൽ കള്ള് പോലെ ഇരിക്കുന്ന ഒരു അവസ്ഥ, ആ അവസ്ഥ വരും. പിന്നെ 24 മണിക്കൂറിന് മേലെ വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും എന്ന് വെച്ചാൽ പുളി കൂടി പോകും. അപ്പോൾ വേറൊരു ടേസ്റ്റ് ആവും, ഒരു വിനീഗറിൻ്റെ ഒക്കെ ടേസ്റ്റിലോട്ട് മാറും. അത് പാടില്ല. മാക്സിമം നമ്മൾ 24 മണിക്കൂർ വെക്കാൻ പാടുള്ളൂ കേട്ടോ. അങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്ന ഫെർമെൻ്റ് ആയിട്ടുള്ള തേങ്ങ വെള്ളമാണിത്. ഇതാണ് നമുക്ക് ഈ അപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. മനസ്സിലായല്ലോ? ഇത് കരിക്ക് എന്ന് പറയുമ്പോൾ ടെൻഡർ കോക്കനട്ട് ആണ്, ഇളയതാണ്. അതല്ല ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഇളയ കരിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വിളഞ്ഞിട്ടുള്ള നാളികേരത്തിൻ്റെ വെള്ളമാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് കരിക്കിൻ്റെ വെള്ളം തന്നെയാണ്. അപ്പോൾ അതേസമയം ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതേപോലെ ഫ്രഷ് ആയിട്ടുള്ള കരിക്കിൻ്റെ വെള്ളം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള കരിക്കിൻ്റെ വെള്ളം അവൈലബിൾ ആണ് സൂപ്പർ മാർക്കറ്റിലൊക്കെ, ഒരു ടിന്നിലൊക്കെ വരുന്നുണ്ട്. അത് ഓർഗാനിക് ആണെന്ന് ഉറപ്പ് വരുത്തുക. അത് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടുള്ളതാണെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ല. ശരിക്കും പ്രോപ്പർ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള കരിക്കിൻ്റെ വെള്ളമാണെങ്കിൽ മാത്രം പുറത്തുനിന്ന് വാങ്ങിച്ച് ഉപയോഗിക്കുക കേട്ടോ. പിന്നെ ഞാനിവിടെ ചെയ്യാൻ പോകുന്ന പ്രോപ്പറായിട്ട് തന്നെയാണ്, അരി അരച്ചിട്ട് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ ആദ്യത്തെ പാലപ്പം വീഡിയോ ചെയ്തിട്ടില്ലേ, അതുപോലെ തന്നെ സെയിം മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് അരിയും ഇതേപോലെ തന്നെ തേങ്ങയില്ലെങ്കിൽ എൻ്റെ അരിപ്പൊടി വെച്ചിട്ടുള്ള അതുപോലെ തന്നെ തേങ്ങയ്ക്ക് പകരമായിട്ട് അവൽ ചേർത്തിട്ടുള്ള അപ്പം നിങ്ങൾക്ക് സെയിം പ്രൊസീജിയർ ഫോളോ ചെയ്താൽ മതിയാകും. പക്ഷേ ഈ അരിയും തേങ്ങയും ചേർത്ത് അരച്ച് ഈ തേങ്ങ വെള്ളം കൂടെ ചേർത്ത് വെക്കുമ്പോഴാണ് ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചും കൂടെ നാടൻ ടേസ്റ്റിലോട്ട് പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാനിപ്പോൾ ഇവിടെ 2 ഗ്ലാസ് ഇഡലി അരിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇഡലി അരിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് പച്ചരി ഉപയോഗിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഈ 2 ഗ്ലാസ് ഇഡലി ഞാനൊരു ഓവർനൈറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലത്തെ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന അരിയാണിത്. ഇപ്പോൾ 2 ഗ്ലാസ് അരിയിലോട്ട് നമുക്കൊരു 9 ടേബിൾ സ്പൂണോളം തേങ്ങ ചേർത്ത് കൊടുക്കാം. ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്ത് അതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ആദ്യം തന്നെ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അരയ്ക്കുന്ന കൂട്ടത്തിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഫെർമെൻറ്റ് ചെയ്തിട്ടുള്ള തേങ്ങയുടെ വെള്ളമാണ് അരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ 2-3 ബാച്ചായിട്ട് ഇതങ്ങ് നൈസായിട്ട് അരച്ചെടുക്കാം നമുക്ക്. അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂട്ട്. ഇതിലോട്ട് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ വെള്ളം ഒഴിച്ചു കൊടുക്കാം അരയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ കറക്റ്റ് അളവ് പറഞ്ഞുതരാം ഞാൻ എത്ര ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ 1 ഗ്ലാസ്സിൽ നമുക്കൊരു 1/4 ഗ്ലാസ് ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാതും ഒരു കുറച്ച് മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കി എല്ലാം കൂടി ഇതേപോലെ തന്നെ നൈസായിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ ഞാൻ. അപ്പം ഇതിങ്ങനെ എപ്പോഴും കാണിച്ചു തരുന്നില്ല. അതിനുശേഷം ഞാൻ ബാക്കിയുള്ള പ്രൊസീജിയർ കാണിച്ചു തരാം. ഞാനിവിടെ ഇപ്പോൾ 3 ടേബിൾ സ്പൂൺ ഒഴിച്ച് ബാക്കി എല്ലാ തേങ്ങയും അതുപോലെ തന്നെ അരിയും ചേർന്നുള്ള മിക്സ് ആ പുളിപ്പിച്ച തേങ്ങ വെള്ളം ചേർത്തതിന് ശേഷം നന്നായി അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 ഗ്ലാസ് തേങ്ങ വെള്ളം പുളിപ്പിച്ചതാണ് ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വളരെ നൈസാക്കി അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഈ തേങ്ങക്കൂട്ടുണ്ടല്ലോ, ബാക്കിയുള്ള ഈ കൂട്ട് വീണ്ടും നമുക്ക് മിക്സിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലോട്ട് തേങ്ങ വെള്ളം ഒഴിക്കരുത്, അതിലോട്ട് നമ്മൾ സാധാരണ നോർമൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം.
ഈ കുറുക്കിയെടുക്കുമ്പോഴേ തേങ്ങ വെള്ളം അതുള്ളത് കുറുക്കിയെടുക്കാൻ പാടില്ല, അപ്പോൾ അതിൻ്റെ ആ ഗുണം നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഇതിലോട്ട് നമുക്ക് സാധാരണ വെള്ളം ഒഴിക്കാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, അതിലേക്ക് ഒരു അല്പം മാത്രം സാധാരണ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് നല്ല ഫൈനായിട്ട് അരച്ച് കൊണ്ടുവരാം. ഞാനിപ്പോൾ ഇത് നല്ലതായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് ഒരു സോസ് പാനിലോട്ട് ഒഴിച്ച് കൊടുക്കുക. അതിലോട്ട് നമുക്ക് 1 ഗ്ലാസ് നോർമൽ വാട്ടർ ഒഴിച്ച് കൊടുക്കുക, സാധാരണ പച്ചവെള്ളം കേട്ടോ, കുടിക്കുന്ന വെള്ളം. ഇത് വന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തീ ഓൺ ചെയ്യുക, മീഡിയം ഫ്ലെയിമിൽ തീ വയ്ക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങ് കുറുക്കിയെടുക്കുക. ഇത് കുറുക്കിയെടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമ്മുടെ നാടൻ അപ്പത്തിൻ്റെ ടേസ്റ്റ് വരും. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മൾ ഈസ്റ്റോ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ നാടൻ ഒരു ടേസ്റ്റ് വരും, പിന്നെ ഒരു റിച്ച്നെസ് വരും ഇതുപോലെ കുറുക്കി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ. നമ്മൾ കപ്പി കാച്ചാന്നാണ് പറയുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതുപോലെ അരിയൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ബാക്കി എല്ലാ അപ്പത്തിൻ്റെയും വീഡിയോൻ്റെ ലിങ്ക് തരാം. അതൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്താൽ മതിയാകും. ഇനി വേറെ തരത്തിൽ അപ്പം ചെയ്യാൻ പറ്റും. അതെന്താണെന്നറിയാമോ? നമ്മൾ ഉഴുന്ന് പരിപ്പൊക്കെ ചേർത്തുള്ള അപ്പം. അത് തമിഴ്നാട് സ്റ്റൈലുള്ളൊരു അപ്പമാണ്. അതും ഞാനൊരു ദിവസം നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. അപ്പോൾ ഓരോന്നായിട്ട് കാണിച്ചു തരികയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകട്ടെ. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കാൻ മറക്കരുത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങ് താഴെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. കണ്ടോ, ഇതേപോലൊരു തിക്കായിട്ടുള്ളൊരു പേസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ എനിക്കിതെടുത്ത സമയം 5 മിനിറ്റാണ് കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയിട്ട് 5 മിനിറ്റാണ് ആയിരിക്കുന്നത്. ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഈ കുറുക്കി വെച്ചിരിക്കുന്ന മാവ് നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. അത് മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ഇതുപോലെ നമ്മൾ അതിലേക്ക് ഡയറക്റ്റായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ കട്ട പിടിച്ച് കിടക്കും, നന്നായിട്ട് മിക്സ് ആവാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഒന്ന് അടിച്ചിട്ട് ശേഷം അതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ ഇനി ഇതിൽ നിന്ന് കുറച്ച് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നാലും നമുക്ക് വെള്ളം ഒഴിക്കേണ്ടി വരും, കാരണം കുറച്ച് തിക്കാവും. കുറച്ച് ലൂസായിട്ടിരിക്കണം നമ്മുടെ മാവ്, കാരണം ഫെർമെൻറ്റ് ചെയ്ത് വരുമ്പോഴും കുറച്ച് തിക്കാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാനിതിൽ 2 കയ്യിൽ ഈ അരച്ച് വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അരച്ചിട്ട് ഫൈനായിട്ട് അരച്ചതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് അരച്ചിട്ട് ഞാൻ കൊണ്ടുവരാം. അപ്പോൾ ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഇതിൽ വീണ്ടും ഒരു 1/4 ഗ്ലാസും കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഡിപ്പെൻസ്, നിങ്ങളത് ഒഴിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുള്ളൂ. ഇത് നമ്മുടെ ഈ കൂട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മൊത്തത്തിൽ നമ്മൾ ചേർത്തിരിക്കുന്നത് നാളികേരം വെള്ളം, അതായത് കരിക്കിൻ്റെ വെള്ളം പുളിപ്പിച്ചത് 1 ഗ്ലാസ്, പിന്നെ നമ്മൾ 1 ഗ്ലാസോളം സാധാരണ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും കൺസിസ്റ്റൻസി ഇതുപോലെ ആയിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മുഴുവനും കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് പറയാൻ പറ്റില്ല. നിങ്ങൾ ഓരോ അരി അനുസരിച്ചും ഒക്കെ മാറ്റം വരും. അപ്പോൾ ഇത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമുക്ക് ഇത് പുളിച്ചതിന് ശേഷം, ഫെർമെൻ്റ് ആയതിനു ശേഷം നോക്കുമ്പോൾ വെള്ളം കുറവാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഒരിക്കലും തണുത്ത വെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം ഒഴിക്കരുത്. നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിന് പഞ്ചസാര, അതുപോലെ തന്നെ ഉപ്പ്. പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. ഞാനിപ്പോൾ എനിക്കൊരു ചെറിയൊരു മധുരം ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. നിങ്ങൾക്ക് കുറവ് മതിയെന്നുണ്ടെങ്കിൽ അത് മതിയാകും. പിന്നെ നമ്മൾ പുളിപ്പിക്കാൻ നേരത്ത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടാണ് തേങ്ങ വെള്ളം പുളിപ്പിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് അടച്ച് വെക്കാം, ചൂടുള്ള സ്ഥലത്ത് വെക്കുക. നിങ്ങൾക്കിപ്പോൾ ഞാനിപ്പോൾ ഇത് രാവിലെയാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഈവനിങ് ആകുമ്പോഴേക്കും എൻ്റെ അപ്പം നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ രാത്രിയാണെന്നുണ്ടെങ്കിൽ അടച്ച് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഏർലി മോർണിംഗ് ശരിയാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എപ്പോഴും ഞാനത് പ്രിഫർ ചെയ്യുന്നത് രാവിലെ ഉണ്ടാക്കി വെക്കാനാണ്, അരച്ച് വെക്കാനാണ്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും റെഡിയാവും. ബാക്കി മാവ് നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം, രാവിലത്തേക്ക് ഉപയോഗിക്കാം. അങ്ങനെയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കാരണം രാവിലേക്ക് നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് ചിലപ്പോൾ പൊങ്ങി വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ പരിപാടികളും പ്ലാനുകളും ഒക്കെ കൊളായി പോകും. ഭർത്താവിൻ്റെ നിന്ന് ചീത്തയും കേൾക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ റിസ്ക് എടുക്കണ്ട. അപ്പോൾ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് പ്ലാനിങ് ആവശ്യമാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ, അതായത് ഉപ്പും മധുരമൊക്കെ കറക്റ്റാണെന്ന് നോക്കട്ടെ. കുഴപ്പമില്ലേ, നമുക്ക് പിറ്റേ ദിവസം ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നല്ലൊരു എന്താ പറയുക, കള്ള് ചേർത്തുള്ളൊരു അപ്പത്തിൻ്റെയൊക്കെ ഒരു മാവിൻ്റെയൊക്കെ ഒരു രുചി വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിത് അടച്ച് വെച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ ഫെർമെൻറ്റ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അവൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇട്ടിട്ട് അതിൽ വെക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഞാനെപ്പോഴും ബാൽക്കണിയുടെ സൈഡിലാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ചൂട് ഓൾറെഡി ഉണ്ടല്ലോ. ഇപ്പോൾ പകലാണതുകൊണ്ട് നല്ല അത്യാവശ്യം ചൂടുണ്ട് ഇവിടെ. അപ്പോൾ വേഗം തന്നെ പൊങ്ങി വരും. അപ്പോൾ നിങ്ങളിപ്പോൾ തണുത്തുള്ള സ്ഥലങ്ങളിൽ, നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു കമ്പിളി പുതപ്പിട്ട് നന്നായിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ചൂട് കൊണ്ട് പെട്ടെന്ന് തന്നെ ശരിയായിക്കോളൂ കേട്ടോ. നമ്മുടെ മാവ് ഞാൻ രാവിലെ ഒരു 9 മണിക്കാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 10, 11, 12,
ഒന്നൊരു 4 മണിക്കൂറായപ്പോഴേക്കും നല്ല ഇരട്ടിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ അനുസരിച്ച് മാറ്റങ്ങൾ വരും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പൊന്തി വന്നിട്ട് ഇപ്പോൾ വേണ്ടാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിച്ച് വെച്ചാൽ മതി. അതുപോലെ തന്നെ അരിയൊക്കെ കൂടുതൽ നേരം നിങ്ങൾ കുതിർത്തിട്ടുണ്ടെങ്കിൽ അതും അപ്പം അരയ്ക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ സമയത്ത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി. എന്നിട്ട് അരയ്ക്കുന്ന സമയത്ത് തണുപ്പ് അറിയതിന് ശേഷം അരച്ചെടുത്ത് കഴിഞ്ഞാലും നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, ഉപ്പ് മാത്രം കുറച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിത് അപ്പം ഉണ്ടാക്കാം. എന്നിട്ട് ഒരെണ്ണം ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഒരെണ്ണം ഉണ്ടാക്കി നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുള്ളൂ. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ നമ്മുടെ മാവ് നോക്കിയപ്പോഴേ നല്ല കട്ട് ചെയ്ത് തോന്നി. അതുകൊണ്ട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ വെള്ളമാണ്. അങ്ങനെ ഒരുപാട് തിക്നെസ് കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പം ചുടുമ്പോൾ ശരിയായിട്ട് വരില്ല. അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ അപ്പത്തിൻ്റെ മാവിന് വേണ്ടത്. അതൊന്ന് സൂക്ഷിക്കുക. അപ്പോൾ നിങ്ങൾ ഫെർമെൻ്റ് ആയതിന് ശേഷം നോക്കുക. തിക്നെസ് കൂടിയിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് അപ്പം ചുടാൻ തുടങ്ങാം. നമുക്ക് ഒരു തവ ചൂടാക്കാൻ വെക്കുക. ഞാനിപ്പോൾ ഒരു സാധാരണ ദോശ തവയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. എല്ലാവർക്കും ചിലപ്പോൾ അപ്പത്തിൻ്റെ ചട്ടി കണ്ടു എന്ന് വരില്ല. രണ്ടിലുണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ദോശയുടെ തവയിലുണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഒരു ദോശത്തവ ആദ്യം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായി ചൂടാവണം. നന്നായി ഒരു മീഡിയം ഫ്ലെയിമിനേക്കാളും കൂടുതൽ തീ വെക്കണം കേട്ടോ. നല്ല ചൂടുള്ള സമയത്ത് മാത്രമേ നല്ല ഹോളുകൾ വരുള്ളൂ. ഹോളുകൾ വന്നതിന് ശേഷം മാത്രം ചൂട് കുറയ്ക്കുക. അത് അടച്ച് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ. അപ്പോൾ നിങ്ങളിത് ദോശത്തവ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ തവയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒന്ന് പരട്ടി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അല്ലെങ്കിൽ താഴെ പിടിക്കും, കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇത് എൻ്റെ ഇപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഞാൻ ഇതിലെ എണ്ണയൊന്നും പരട്ടി കൊടുക്കുന്നില്ല. പിന്നെ നല്ല ചൂടുള്ള സമയത്ത് ഒഴിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമാണ് കുത്തുകൾ വരുള്ളൂ കേട്ടോ. കുത്തുകൾ വന്നതിന് ശേഷം നമുക്ക് തീ കുറച്ച് അടച്ചു വെച്ച് വേവിക്കാം. അത്രേ ഉള്ളൂ പരിപാടി. താഴെ ഒന്നും ഒരിക്കലും കരിയില്ല. ഈ പാലപ്പൊക്കെ പ്രചാരത്തിലാവുന്നേക്കാളും മുൻപായിട്ട് എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ അമ്മാമ്മയും വല്യമ്മയൊക്കെ ഉണ്ടാക്കിയിരുന്നത് ഈ ഒരു അപ്പമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇത് കഴിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയിട്ട് കുറേ കാലങ്ങളായി കേട്ടോ. കാരണം ഈസ്റ്റൊക്കെ വന്ന കാരണം ഈസ്റ്റ് അപ്പം ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ അവലപ്പൊക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമായതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ അപ്പങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. പക്ഷെ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടാണ് ഞാനിത് കുറേ ദിവസമായിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്ത് കറക്റ്റായിട്ട് വരുത്തിയത്. അപ്പോൾ നമുക്കൊന്ന് അടച്ചു വെക്കാം. കുത്തുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത് ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ ആദ്യത്തെ ഒരു അപ്പം ഞാൻ ഉണ്ടാക്കിയിട്ട് ഉപ്പും മധുരമൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ഒന്ന് കഴിച്ച് നോക്കിയപ്പോൾ അന്നത്തെ ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പണ്ട് ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അമ്മ വാരി തന്നിട്ടുള്ള അപ്പത്തിൻ്റെ അതേ ടേസ്റ്റാണ്. അപ്പോൾ ഒരു നൊസ്റ്റാൾജിയാണ് സത്യം പറയുകയാണെങ്കിൽ. നിങ്ങൾക്കാണ് ഞാൻ താങ്ക് യു പറയുന്നത്. നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ച കാരണമാണ് ഞാനിത് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചത് തന്നെ കേട്ടോ. അപ്പോൾ ഇതൊന്ന് കുക്കായി കിട്ടട്ടെ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ അപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല പൂ പൊള്ള അപ്പമാണ്. അങ്ങനെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇനി ഉണ്ടാക്കി കൊടുക്കാം. കുട്ടികൾക്കാണെങ്കിലും ഈസ്റ്റും ബേക്കിംഗ് സോഡയും ഒന്നും ഇല്ലാത്ത സൂപ്പറായിട്ടുള്ള നമ്മുടെ നാടൻ അപ്പം. കണ്ട നിറയെ ഹോൾസ് വന്നിട്ടുണ്ട്. സൂപ്പറായിട്ടിട്ട് നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണം കൂടെ നമുക്ക് ഉണ്ടാക്കി നോക്കാം. ജസ്റ്റ് ഒന്ന് പരത്തിയാൽ മതി, ഓവറായിട്ട് പരത്തണ്ട. എന്നിട്ട് ഹോള് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം ഹോള് വരുമ്പോൾ തീ കുറയ്ക്കുക, ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് അടച്ചു വയ്ക്കാം, തീ കുറയ്ക്കാം, എന്നിട്ട് നന്നായി കുക്കാവട്ടെ. അതിന് ശേഷം എടുക്കാം. നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. എടുക്കാം. അപ്പോൾ ഇതുപോലെ ഇനി നമുക്ക് ഞാനൊരെണ്ണം അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കി കാണിച്ചു തരാം. അത് ശരിയാവുമെന്ന് എനിക്കറിയില്ല, ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ചട്ടി ഇപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. ഞാനൊരു തവി മാവ് ഒഴിച്ച് നോക്കട്ടെ കേട്ടോ, അങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം പെട്ടെന്ന് തന്നെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. നടുവിൽ ഒരു ഇച്ചിരി കട്ടിയിലിരുന്നോട്ടെ. കറക്റ്റായിട്ട് വരുന്നുണ്ടല്ലോ, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇനി ഹോളുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അടച്ചു വയ്ക്കാം. ചെറിയ തീയിലോട്ട് തീ മാറ്റാം കേട്ടോ. റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് പൂ പോലെ അപ്പായിട്ടുണ്ട്. നമ്മൾ വെച്ച് ചെയ്യുന്ന പോലെ ഇവിടെ ഈ സൈഡ് ഇങ്ങനെ ക്രിസ്പി ആയിട്ട് വരുന്നില്ല കേട്ടോ. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, അങ്ങനെ ക്രിസ്പി ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ അറിയാം പഞ്ചസാര ഇടണം. പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ മാത്രമാണ് ഇവിടെ ഒരു ഗോൾഡ് കളറിൽ വരുള്ളൂ. ഞാനിപ്പോൾ ഇതിലധികം പഞ്ചസാര ചേർക്കാത്തത് കൊണ്ട് സോഫ്റ്റ് അപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അപ്പച്ചട്ടിയിൽ അപ്പം ഉണ്ടാക്കിയെടുക്കാം. മനസ്സിലായല്ലോ? ഞാനൊരു പൂവപ്പം ഉണ്ടാക്കി നോക്കട്ടെ കേട്ടോ. ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോകളിലൊന്നാണ് നമ്മുടെ പാലപ്പം. അതിൽ ഞാൻ പൂവപ്പം ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പൂവപ്പം നമുക്കിവിടെ ഉണ്ടാക്കി നോക്കാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ നല്ല ചൂടുള്ള അപ്പത്തിൻ്റെ ചട്ടിയിലോട്ട്, അപ്പത്തിൻ്റെ പാനിലോട്ട് 2 തവി മാവ് ഒഴിച്ച് കൊടുക്കാം. 1.5 തവി മതിയാവും. എന്നിട്ട് ഉടനെ തന്നെ അത് ചുറ്റിച്ച് എല്ലാ സൈഡിലേക്കും ചുറ്റിച്ച് കൊടുക്കാം. എത്ര ഇതൾ വേണോ അത്രയും ഭാഗത്തേക്ക് അങ്ങ് ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നമ്മുടെ പൂവപ്പം റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഹോളുകൾ വരാൻ തുടങ്ങുന്ന സമയത്ത് തീ കുറയ്ക്കുക, അതിന് ശേഷം അടച്ചു വയ്ക്കുക. ഓക്കെ, അപ്പം ഈ അപ്പം റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇത്രയുള്ള പരിപാടി. ഇതുപോലെ തന്നെ ബാക്കി ഉണ്ടാക്കി എടുക്കുക. ബാക്കി മാവുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഞാനൊരു 5 അപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആവശ്യമുള്ള സമയത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, വൈകുന്നേരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് ഉച്ച സമയമായിട്ടുള്ളൂ കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത്രയും സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണിത്. നമ്മൾ നാട്ടിലെ ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തുള്ള സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം. പക്ഷേ ചില ഇപ്പം എൻ്റെ വീടിനടുത്തുള്ള ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ വെള്ളപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുക. പണ്ടൊക്കെ ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ ഇപ്പോഴും അത് കേട്ടോ. ഇപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളൊക്കെ മടി പിടിക്കുമ്പോൾ അമ്മ കുട്ടാരനോട് വെള്ളയപ്പം വാങ്ങിക്കാൻ പറയും. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരുന്ന അപ്പത്തിൻ്റെ ടെക്സ്ചറാണ്, പക്ഷേ അതിന് ഭയങ്കര പുളിയായിരിക്കും. അപ്പോൾ അത് നമുക്ക് തേങ്ങാപ്പാൽ വെച്ചിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല. അതിൻ്റേതായ ഗ്രീൻ പീസ് കറി അല്ലെങ്കിൽ അങ്ങനത്തെ കറികളൊക്കെ മസാലക്കറി വെച്ചിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കഴിക്കാൻ പറ്റും. കുട്ടികൾക്കാണെങ്കിൽ വെറുതെ പഞ്ചസാരയും തേങ്ങാപ്പാലിൻ്റെ കൂടെ അല്ലെങ്കിൽ സാധാരണ പാലിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന അസൽ അടിപൊളിയായിട്ടുള്ള അപ്പമാണ്. നമുക്ക് ധൈര്യമായിട്ട് പിള്ളേർക്ക് കൊടുക്കാം, ഈസ്റ്റും സോഡയും ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തയ്യാറാക്കി നോക്കുക. ഞാൻ ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് ഇവിടെ സെർവ് ചെയ്യാൻ പോകുന്നത് ചിക്കൻ മപ്പാസാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ എന്ത് വേണമെങ്കിലും, അതായത് വെജിറ്റേറിയൻസ് ആണെങ്കിൽ സ്റ്റൂ പോലുള്ള ഐറ്റംസ് അല്ലെങ്കിൽ കടലക്കറിയോ അങ്ങനെയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ മുട്ട റോസ്റ്റ്, ചിക്കൻ മസാല, ചിക്കൻ കറി, ബീഫ് കറി, മട്ടൻ കറി, അങ്ങനെ ഒരുപാട് ഡിഷിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ അസലായിട്ടുള്ള വെള്ളയപ്പം അല്ലെങ്കിൽ അപ്പം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവേത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്